ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളെ മറഞ്ഞു നിന്ന് സ്നേഹിക്കുന്നത് ആരാണ്, നിങ്ങളുടെ അടുത്ത് ആർക്കാണ് ക്രഷ് ഉള്ളത്, നിങ്ങൾ അറിയാതെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ആരാണ്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. ഓക്കെ, കുറെ ദിവസമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കമന്റ്സിൽ വന്നിട്ട് എല്ലാവരും ഒന്നുമില്ല, എന്നാലും ഒരാളെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടാറുണ്ട്, ഈ പണി നിർത്തിപ്പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതും ഒരു പണി തന്നെയാണ്, ഇതൊരു ജോലി തന്നെയാണ്. ഹാർഡ് വർക്ക് ഉണ്ട്, നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കമന്റ്സ് ഇടുന്നവരുടെ അടുത്തൊന്നും പറയാനില്ല, പക്ഷെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളെ മാറി നിന്ന് സ്നേഹിക്കുന്നത് ആരാണ്, നിങ്ങളുടെ അടുത്ത് അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം അട്രാക്ട് ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും സിംഗിൾ ആണെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഓക്കെ, എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ്, ഹെർമിറ്റ്, ദ സ്റ്റാർ കാർഡ്, സിക്സ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് കപ്സ്. ഓ, ടു ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി ടാരോട്ട് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ അടുത്ത് ക്രഷ് ഉള്ളത് ആർക്കാണ്, നിങ്ങളെ മാറി നിന്ന് സ്നേഹിക്കുന്നത് ആരാണ്, നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? നൈറ്റ് ഓഫ് സോഡ്സ്, അവരെങ്ങനെയുള്ളവരായിരിക്കും? ത്രീ ഓഫ് വാൻഡ്സ്, ലവേഴ്സ് കാർഡ്, അഗൈൻ ആൻഡ് അഗൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദ വേൾഡ് കാർഡും വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ആണ്. എംബ്രസ് കാർഡ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓവറോൾ എനർജി ടു ഓഫ് കപ്സും അതുപോലെ എംബ്രസ് കാർഡുമാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലേക്ക് അത്രത്തോളം ലൈഫ് ലോങ് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ചിലപ്പം പുറത്തുള്ള ഒരാളായിരിക്കാം, അബ്രോഡ് ആയിരിക്കാം, അതായത് നിങ്ങളുടെ അടുത്തുള്ള ഒരാളായിരിക്കില്ല. നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, നല്ല രീതിക്ക് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കാണണം എന്ന് തോന്നുമ്പോഴൊന്നും കാണാൻ പറ്റാത്ത ഒരാളാണിത്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ എന്ന് പറയുന്നത്. മേ ബി നിങ്ങളുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം.
ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ വന്നത് 8 ഓഫ് സോഡ്സ് ആയിരുന്നു. ആ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ലവില് സ്റ്റെക്കാക്കി നിർത്തിയിട്ട് അവർ എസ്കേപ്പ് ആയി പോയതായിട്ടാണ്. ഇവിടെ 3 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വേറെ വ്യക്തികൾ ഇടയിലേക്ക് വന്നപ്പോൾ നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതേ പേഴ്സൺ തന്നെയാണ് ഇപ്പോഴും നിങ്ങളെ അത്രത്തോളം അട്രാക്ട് ചെയ്യുന്നതും നിങ്ങളെ ഇനിയും ആ ഒരു സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളെ ഈ മാറി നിന്ന് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു ബന്ധം വേണം, നിങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണം എന്നാഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങളെ റിലേഷൻഷിപ്പ് പോലെ നിങ്ങളൊരു ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഒരു ലവിലേക്ക് കൊണ്ടുവരാതെ എന്നാൽ ആ ട്രാക്കിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു, അങ്ങനെയുള്ളവരായിരിക്കാം. എന്നിട്ട് ഇപ്പം നോക്കുമ്പം കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരാളാണ്. ഓക്കെ, ഈ ഒരു റീഡിംഗ് കാണുന്ന പലരും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾക്കുള്ളൊരു കാര്യം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ മൂവ് ഓൺ ചെയ്തു ഇതിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ഇത് ബ്രേക്കപ്പ് ആണോ, അല്ലെങ്കിൽ ഇതിലൊരു റീ ഓപ്പൺ ഉണ്ടാകുമോ, അവർ തിരിച്ചു വരുമോ, അങ്ങനെയൊന്നും നിങ്ങൾക്കറിയില്ല. ഓക്കെ, കാരണം അവർ നിങ്ങളടുത്ത് ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല, നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ സ്നേഹം പോകുന്ന എല്ലാ വഴികളും അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളടുത്ത് ഒന്നും തന്നെ തിരിച്ചു പറയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പം അത് മാത്രമല്ല ഈ വ്യക്തിയുടെ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്കറിയാം നിങ്ങളെ ഒരുപാട്, നിങ്ങൾ ഇവരെ തിരിച്ചും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ എപ്പം നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ ഈ ഒരു വ്യക്തിക്കുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളും ഇപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യം. കാരണം ഈ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകും, നിങ്ങളെ മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ ഈ മാറി നിന്ന് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കറന്റ്ലി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നുമില്ല, എങ്കിൽ പോലും ഇടയിൽ നിന്നിട്ട് കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അതായത് ആ വ്യക്തിയുടെ ഒരു കാര്യം, ഈ പാസ്റ്റിലുള്ള ഒരാളാണ് നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണമെന്നും നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പാസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് മുൻപേ അറിയുന്ന ഒരാളാണ്. മെയിനായിട്ടും പറയാനുള്ളത് നിങ്ങളെ വളരെയധികം പെയിൻ ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങളെ സ്നേഹം അത്രത്തോളം, ഇവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അത്രത്തോളം നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ്. സോ ഇത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നവരോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രാക്കിലൂടെ പോയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതുമായി റിലേറ്റഡ് ആവുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാം. പിന്നെ ചിലരുടെ കേസിൽ ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള, എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കാതെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നത്. ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളോടുള്ള ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സ്നേഹം വേണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളാണ് ഇപ്പം അവരുടെ ലോകം എന്ന് പറയുന്നത്. മേ ബി അവർ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവരുടെ ചിന്തകളിലേക്ക് നിങ്ങളാണ് വരുന്നുണ്ടാവുക. പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളടുത്ത് ഒന്നും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങളടുത്ത് ഇത് വന്നിട്ട് പറയാനോ അങ്ങനെയൊന്നും അവർ തയ്യാറാവുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലവരെങ്കിലും ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നവരുണ്ട്. അതായത് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക്. ചില ആളുകളെടുത്ത് നിങ്ങളുടെ കാര്യം പറയുമ്പം അവരത് എഗ്രി ചെയ്ത് കൊടുക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ.
നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണിത് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചിന്തിച്ചിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സ്വന്തം കാര്യം നോക്കി നിൽക്കുകയാണ് ഇപ്പം. അവര് വേറെ ഒരാൾക്കൊന്നും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും സ്വന്തം തീരുമാനം സ്വന്തം എടുക്കാം, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്ത് നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ആ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും തരാതെ നിങ്ങൾക്ക് പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ റെസ്പോണ്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ ഇത്രത്തോളം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, സോൾ കാർഡാണ്, ആൻഡ് ലവേഴ്സ് കാർഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം, പ്യുവറായിട്ടുള്ള സ്നേഹം ഇപ്പൊ അവരുടെ ഉള്ളിലുണ്ട്. സോ അത് നിങ്ങൾക്ക് തരണം, ലൈഫ് ലോങ് നിങ്ങൾക്ക് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.